എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാസ് മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ, സുരക്ഷാ പരിശോധന വീടുകളിലൂടെ നടക്കുകയാണ്. ഇതിന് നിശ്ചിത ഫീസും നൽകേണ്ടതുണ്ട്. എല്ലാ ഗ്യാസ് ഏജൻസികളിലൂടെയും ഇത്തരം പരിശോധന നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. ഇതിന് നിശ്ചിത ഫീസ് നൽകണം. ഭാരത് ഗ്യാസിന്റെ ഇതിന് 236 രൂപയാണ് വരുന്നത്. റെഗുലേറ്ററോ പൈപ്പോ മാറ്റണം എന്നുണ്ട് എങ്കിൽ അതിനും എക്സ്ട്രാ പണം നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കുറച്ച് അധിക കാലമായിട്ട് ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട നിരന്തരമായിട്ടുള്ള അറിയിപ്പുകൾ. അപ്പോൾ ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്, ഗ്യാസ് കണക്ഷൻ ഉള്ള വീടുകളിലെല്ലാം ഏജൻസികളുടെ സുരക്ഷാ പരിശോധന, മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ നിശ്ചിത പണം നൽകുകയും അതിന് റെസീറ്റ് കൈപ്പറ്റുകയും വേണം. ഈ ഇൻസ്പെക്ഷൻ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ നിർദ്ദേശപ്രകാരം നോട്ടീസ് നൽകും. അതുപോലെ തന്നെ ഇതിൽ രേഖപ്പെടുത്താനുള്ള വിവരങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് ഇതാണ്. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ഏജൻസിയുടെ എന്താണ് കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന നോട്ടീസ് ഉണ്ട്. ഇതിനു പുറമെ നമ്മൾ നൽകുന്ന ഫീസിനുള്ള റെസിപ്റ്റും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ നോട്ടീസിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മളത് ഭാരത് പെട്രോളിയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏജൻസിയിൽ നിന്നുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്. ഏതാണ് ഏജൻസി എന്ന് ഞാൻ പറയുന്നില്ല. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന ഏജൻസിയിൽ നിന്നും കണക്ഷൻ എടുത്തിട്ടുള്ള ഉപഭോക്താക്കളുടെ വീടുകളിൽ സുരക്ഷാ പരിശോധന, അതായത് മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ നടക്കുന്നു. പരിശോധനാ വേളയിൽ റേഷൻ കാർഡ്, പാസ്ബുക്ക് എന്നിവ കാണിക്കേണ്ടതാണ്. എല്ലാ ഉപഭോക്താക്കളെ സംബന്ധിച്ചും മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ നിർബന്ധവും നിയമപരവുമാണ്. പരിശോധനാ വേളയിൽ കാലാവധി കഴിഞ്ഞ ട്യൂബുകളും സാധാരണ പഴയ റബ്ബർ ട്യൂബുകളും മാറ്റി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്ന സുരക്ഷാ ട്യൂബ് ഉപയോഗിക്കേണ്ടതാണ്. അതായത് പഴയ ട്യൂബാണ് എങ്കിൽ, റബ്ബർ ട്യൂബൊക്കെയാണ് എങ്കിൽ അത് മാറ്റി ഉപയോഗിക്കണം. അതിന് മീറ്ററിന് 1.5 മീറ്റർ നീളമുള്ള ട്യൂബിന് 190 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. ഇതിനു പുറമെ 236 രൂപ ഫീസ് അടച്ച് പരിശോധന റിപ്പോർട്ട് കൈപ്പറ്റേണ്ടതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഗ്യാസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. അത് സാധാരണ നമുക്ക് അറിയുന്നതാണ്. ഭാരത് ഗ്യാസിന്റെ മിസ് കോൾ ബുക്കിംഗിന് 77 10 95 55 55 എന്ന നമ്പർ ഉപയോഗിക്കാം. ഇനി ഗ്യാസ് ബുക്കിംഗിന് തന്നെ ഈ നമ്പറിന് പുറമെ 77 15 01 2345, ഇനി മറ്റൊന്ന് 77 180 12345 ഈ നമ്പർ ഉപയോഗിക്കാം. വാട്സപ്പ് ബുക്കിങ്ങിന് 1800 22 43 44 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു നോട്ടീസിൽ, ഈ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട നോട്ടീസ് നമുക്ക് നൽകുന്നതിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഏജൻസിയുടെ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏജൻസി പരിശോധനയ്ക്ക് ശേഷം ഈ ഒരു പരിശോധനാ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. ഇതാണ് ആ പരിശോധനാ റിപ്പോർട്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ചിട്ടുള്ള രീതി, പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ടുള്ള ISI മാർക്ക് നമ്മുടെ സിലിണ്ടറിനും അല്ല സ്റ്റൗവിനൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതെല്ലാം ടിക്ക് ചെയ്ത് നമ്മുടെ സൈനും അവരുടെ സീലോടും കൂടി ഇത് നമുക്ക് നൽകുന്നതാണ്. ഇതിന് പുറമെ ഈ ഒരു നോട്ടീസ്, ഈ ഒരു ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈപ്പറ്റുമ്പോൾ നമ്മൾ ഏജൻസി അവർ പറയുന്ന ഫീസ് അടച്ചുകൊണ്ട് ഈ ഒരു റെസിപ്റ്റ് നമ്മൾ കൈപ്പറ്റേണ്ടതാണ്. ഇൻസ്പെക്ഷൻ ചാർജ് 200 രൂപയാണ്. ട്യൂബ് മാറ്റണമെങ്കിൽ 161 രൂപ. അതിന് എക്സ്ട്രാ ഇതിൽ തന്നെ ബില്ലിൽ രേഖപ്പെടുത്തും. അത് മാറ്റുന്നുണ്ട് എങ്കിൽ, എനിക്കത് മാറ്റാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 200 രൂപയാണ് ഇൻസ്പെക്ഷൻ ചാർജ്. പിന്നെ വരുന്നത് GST ആണ്. 18 രൂപ സ്റ്റേറ്റ് GSTയും മറ്റേത് സെൻട്രൽ GSTയും, അങ്ങനെ 36 രൂപ. അങ്ങനെയാണ് 236 രൂപ വരുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു കാര്യം. അപ്പൊ ഇത് എല്ലാവരും മനസ്സിലാക്കി. എല്ലാ വീടുകളിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഏജൻസി ജീവനക്കാർ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു ഇൻസ്പെക്ഷൻ നടപടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഭാരത് ഗ്യാസിലാണെങ്കിൽ 236 രൂപ, ട്യൂബ് മാറ്റണമെങ്കിൽ അതിന് പുറമെ 190 രൂപ GST അടക്കം നൽകേണ്ടി വരും. അപ്പോൾ ഇതാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ 14 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. അത്
മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ടോ മാറ്റം വരുത്തിക്കൊണ്ടോ 10 കിലോഗ്രാം സിലിണ്ടർ കൂടി ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ അത് വിപണിയിൽ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹോർമോസ് അടച്ചതിനെ തുടർന്ന് വീണ്ടും ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ആ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഉപയോഗിക്കുക. സിലിണ്ടർ ഗ്യാപ്പ് വരാൻ, ബുക്കിംഗ് ഗ്യാപ്പൊക്കെ ഇനിയും കൂടിയേക്കാനോ നിലവിലുള്ളത് നിയന്ത്രണം എടുത്തു കളയാതെ തുടരാനോ ഉള്ള സാധ്യതയുണ്ട്. വില കൂടാനും സാധ്യതയുണ്ട്, കുറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനി ഹോർമോസ് അടച്ചതുകൊണ്ട് തന്നെ നിലവിലുള്ള വില തുടരാനോ അത് കൂടാനോ സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, KYC ചെയ്യാത്ത ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർ നിർബന്ധമായും ചെയ്യുക. ബാക്കിയുള്ളവരും KYC ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ നടപടികൾ വരികയാണ് എങ്കിൽ അതും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ചെയ്തിട്ടില്ല എങ്കിൽ ഇത് വരുമ്പോൾ ഏജൻസിയിൽ നിന്ന് ആൾ വരുമ്പോൾ മടക്കി അയക്കുക. ഇത് ചെയ്യാതെ അല്ലെങ്കിൽ ആ പണം നൽകാതെ മടക്കി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കില്ല എന്നുള്ളതും മാറ്റിവാങ്ങാനും നിറക്കാനും കഴിയില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.